പ്രമുഖ ആർക്കിടെക്ട് ആർ.കെ. രമേശ് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. മാനാഞ്ചിറ സരോവരം പാർക്ക് തുടങ്ങി കോഴിക്കോട്ടെ അടയാളക്കുറികളായ കെട്ടിടങ്ങളുടെ രൂപകർത്താവാണ് ആർ.കെ. രമേശ്. പ്രമുഖ ആർക്കിടെക്ട് ആർ.കെ. രമേശ് അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് 79 വയസ്സായിരുന്നു പ്രായം. മാനാഞ്ചിറ സരോവരം പാർക്ക് തുടങ്ങിയ കോഴിക്കോട്ടെ അടയാളക്കുറികളെല്ലാം അതിന്റെ രൂപകർത്താവാണ് ആർ.കെ. രമേശ്. വിവരങ്ങൾ നൽകാനായി ഷംസീർ ചേരുന്നുണ്ട്. ഷംസീർ, എപ്പോഴായിരുന്നു അന്ത്യം? അനീഷ, ഇന്ന് ഉച്ചയോടെയായിരുന്നു പ്രശസ്ത ആർക്കിടെക്ട് ആർ.കെ. രമേശിന്റെ അന്ത്യം സംഭവിച്ചത്. 79 വയസ്സായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. കോഴിക്കോടിന്റെ അടയാളക്കുറിയായ പല സ്ഥാപനങ്ങളുടെയും എല്ലാം ആർക്കിടെക്ട് കൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. മാനാഞ്ചിറ സ്ക്വയർ, ബീച്ചിന്റെ ആദ്യഘട്ട വികസനം, കോർപ്പറേഷൻ സ്റ്റേഡിയം, ഈ കാപ്പാട് ബീച്ച് വികസനം തുടങ്ങിയവയെല്ലാം രൂപകൽപ്പന ചെയ്തത് ആർ.കെ. രമേശാണ്. ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ EMS അക്കാദമി, കൈരളി തിയേറ്റർ സമുച്ചയം, മലപ്പുറത്തെ കോട്ടക്കുന്ന് പാർക്ക്, തിരൂരിലെ തുഞ്ചൻ മെമ്മോറിയൽ കെട്ടിടം തുടങ്ങി കേരളത്തിലെങ്ങും അദ്ദേഹത്തിന്റെ രൂപകൽപ്പന പതിഞ്ഞ സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ കോഴിക്കോട്, കൊല്ലം, തൃശൂർ കോർപ്പറേഷനുകളുടെ പുതിയ കെട്ടിടങ്ങളും ആർ.കെ. രമേശിന്റെ രൂപകൽപ്പനയിൽ നിർമ്മിച്ചവയാണ്. ഈ ചെലവ് കുറഞ്ഞ കെട്ടിട നിർമ്മാണ ശൈലിയുടെ പ്രയോക്താവ് എന്ന നിലയിൽ കൂടി ആർ.കെ. രമേശ് ശ്രദ്ധേയനായ വ്യക്തിയാണ്. ഒപ്പം തന്നെ ഈ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിക്കാൻ സാങ്കേതിക സഹായം സൗജന്യമായി നൽകുന്ന ഭവനം എന്ന സംഘടനയുടെ ചെയർമാൻ കൂടിയായിരുന്നു അദ്ദേഹം. 2010 രാഷ്ട്രപതിയിൽ നിന്ന് നിർമ്മാൺ പ്രതിഭാ പുരസ്കാരവും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്റ്റിന്റെ ആദ്യ ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടി എത്തിയിട്ട് കൂടിയുണ്ട്. ഈ നിലയ്ക്കെല്ലാം പ്രശസ്തനായിരുന്നു അദ്ദേഹം. ഈ ആർക്കിടെക്ട് എന്ന നിലയിൽ കയ്യൊപ്പ് പതിപ്പിച്ച വ്യക്തി കൂടിയായിരുന്നു ആർ.കെ. രമേശ് എന്നുള്ളതാണ്. ഏതായാലും സംസ്കാരം നാളെ രാവിലെ 11:30 കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും. അനീഷ. ശരി, ഷംസീറാണ് വിവരങ്ങൾ നൽകിയത്.